മുൻ ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീമതി വീണ ജോർജ് വളരെ കൃത്യമായ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മുമ്പിലേക്ക് തെളിയിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഡോക്ടർ റീനയുടെ കേസിൽ ഇന്നത്തെ ആരോഗ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്ന 2 വാദങ്ങളും പൊളിയുന്ന രേഖകളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. ആദ്യമേ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, കേരളത്തിൽ ഒരു നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. വളരെ ഉയർന്ന മരണനിരക്കുള്ള ഒരു പകർച്ചവ്യാധിയാണ് നിപ്പ. അതുകൂടാതെ ഷിഗല്ല കേസുകൾ, സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഷിഗല്ല കേസുകൾ, അത് ഒരു ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഷിഗല്ല കേസുകൾ അനുദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം. അതോടൊപ്പം ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ, മറ്റ് പനികൾ ഇതെല്ലാം വ്യാപകമാകുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി ഞാൻ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞത്, കേരളം ഒറ്റക്കെട്ടായിട്ട് പകർച്ചവ്യാധിയെ നേരിടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സർക്കാർ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില വളരെ കൃത്യമായ വിമർശനങ്ങൾ അതിൽ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ വിമർശനങ്ങൾ ഉന്നയിക്കുന്നില്ല. ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. കാരണം ഒരു പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നു, പ്രത്യേകിച്ച് നിപ്പ ഉൾപ്പെടെയുള്ളവയെ. പക്ഷേ ആ സാഹചര്യത്തിൽ, അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം അത്തരത്തിലുള്ള ഒരു സമീപനം മുന്നോട്ട് വയ്ക്കുകയും അതിൽ ആ ഒരു ആഹ്വാനം നടത്തുകയും ചെയ്തപ്പോൾ വാസ്തവത്തിൽ ആരോഗ്യവകുപ്പ് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ചില പൊളിറ്റിക്കൽ ഡിസിഷൻസാണ് ഇതിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത് കാണേണ്ടതായിട്ട് ഉണ്ട്. അതിൽ നാം കാണേണ്ടത്, ഇപ്പോൾ ഇത്ര മണിക്കൂറുകളായി, ഇപ്പോൾ നിപ്പ രോഗം സ്ഥിരീകരിച്ചിട്ട് 2 ദിവസം 3 ദിവസം ആകുന്നു. 3 ദിവസം ആയിട്ടും റെംഡെസിവിർ ഉൾപ്പെടെയുള്ള മരുന്നുകൾ രോഗിക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് വളരെ 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 ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. നിപ്പയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന്, രോഗിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുക, ഒന്ന് രോഗവ്യാപനം തടയുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഈ ആവശ്യമായ മരുന്നുകൾ രോഗിക്ക് എത്തിച്ച് നൽകുന്നില്ല എന്ന വളരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെ ആണ് നമ്മൾ കാണുന്നത്, ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ കേരളത്തിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡയറക്ടർ ഹെൽത്ത് സർവീസസിനെ, കാരണം ഒരു വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യം, അത് എല്ലാവരും ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളെല്ലാം ടീമിൻ്റെ വർക്കിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഫലമാണ്. അപ്പോൾ 2023 നമ്മുടെ മരണനിരക്ക് 33% കുറയ്ക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും നിപ്പയെ ശക്തമായി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞത് ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ്. നല്ല വിഷനോട് കൂടിയിട്ടുള്ള, ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുള്ളൊരു ടീം ആരോഗ്യവകുപ്പിൽ. പക്ഷേ അവരുടെ മനോവീര്യം തകർക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. തീർത്തും അനുചിതമായിട്ടുള്ളൊരു നടപടിയാണ്. അതിൽ നമ്മൾ കാണേണ്ടത്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമാണ് എന്നുള്ളതാണ്. അത് ഗൗരവതരമാണ്. കാരണം ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കേട്ടു, 15 ദിവസം ലീവ് ചോദിച്ചു എന്ന് ഉത്തരവിലുണ്ട്. പക്ഷേ 2.5 ദിവസമാണ് ലീവിന് അപേക്ഷിച്ചത് എന്ന് രേഖസഹിതം ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ ഡയറക്ടറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ മാറ്റാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഘട്ടം വളരെ പ്രധാനമാണല്ലോ. ഡയറക്ടർ ഹെൽത്ത് സർവീസസിനെ മാത്രമല്ല, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽസിനെ ഒക്കെ തന്നെ സ്ഥലം മാറ്റി, ഒരു മാനദണ്ഡങ്ങളില്ലാതെ സീനിയേഴ്സിനെ ഉൾപ്പെടെ സ്ഥലം മാറ്റി. അത് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പ്രോഗ്രാം ഓഫീസേഴ്സിനെ എല്ലാ ജില്ലകളിലും ഒറ്റയടിക്ക് മാറ്റി. അതിന് പകരം മറ്റാളെ അവിടെ നിയമിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മറ്റാളുകളെ അവിടെ നിയോഗിച്ചിട്ടില്ല. അപ്പോൾ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ട ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജേഴ്സ് ജില്ലകളിൽ 14 ജില്ലകളിലും അവരെ ഒറ്റയടിക്ക് സ്ഥലം മാറ്റുന്ന സാഹചര്യമുണ്ട്. ആവട്ടെ, സ്ഥലം മാറ്റാം. പക്ഷേ സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ മറ്റൊരാളെ അവിടെ നിയമിക്കണം, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജേഴ്സിനെ. അതുപോലെ പ്രിൻസിപ്പൽസിനെ സംബന്ധിച്ചിടത്തോളം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവരെ സ്ഥലം മാറ്റി. അത് കോടതി സ്റ്റേ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സ്റ്റേയിലാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് നമ്മൾ കാണുന്നത്, ഡയറക്ടർ ഹെൽത്ത് സർവീസസിനെ ഈ ഒരു ഘട്ടത്തിൽ, കാരണം ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ഏറ്റവും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഘട്ടമാണ്. എന്തുകൊണ്ടാണ് ക്രൂഷ്യൽ? ഇപ്പോൾ നമ്മൾ കാണേണ്ടത്, ഈ ഡെങ്കിപ്പനിക്ക് ഉദാഹരണം പറഞ്ഞാൽ ചാക്രിക വർധനമാണ്, സൈക്ലിക് ഇൻക്രീസാണ് ഉണ്ടാകുന്നത്. ഓരോ 4 വർഷം കൂടുന്തോറും ഡെങ്കിപ്പനിക്ക് കേസുകൾ വർധനവുണ്ടാകും.
ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഇടവിട്ട് മഴ ലഭിക്കുന്ന കേരളത്തിൽ മാത്രമല്ല, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള ഡെങ്കിപ്പനി ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്ന ഇടങ്ങളിൽ ഭൂലോകത്തിൻ്റെ പ്രദേശങ്ങൾ മുഴുവൻ നമ്മൾ നോക്കിയാൽ കാണാം ഒരു സൈക്ലിക് വർധനവാണ് ഇതിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ നോക്കി 2013 നമുക്ക് ആ തരത്തിലുള്ളൊരു ഇൻക്രീസ് ഉണ്ടായിരുന്നു, 2017 ഇൻക്രീസ് ഉണ്ടായിരുന്നു. നമ്മൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഇതിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കോവിഡിന് ശേഷം നമ്മൾ 2021 എക്സ്പെക്റ്റ് ചെയ്തു. കോവിഡ് കഴിഞ്ഞില്ല, അപ്പോൾ സെക്കൻഡ് വേവ് ആണ്. അപ്പോൾ 2021 ആദ്യ തരംഗം, 2020, 2021 രണ്ടാമത്തെ തരംഗം, മൂന്നാമത്തെ തരംഗം 2022 മാർച്ച് ഏപ്രിലോടുകൂടിയാണ് അവസാനിക്കുന്നത്. നമ്മൾ ആ ഘട്ടത്തിൽ ഒരു വർധനവ് വലിയ രീതിയിൽ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു, പ്രതിരോധ പ്രവർത്തനങ്ങൾ. 21 അതുകൊണ്ട് ഇൻക്രീസ് ഉണ്ടായില്ല. 22 നമ്മൾ വീണ്ടും പ്രതീക്ഷിച്ചു, കാരണം കോവിഡ് ആയതുകൊണ്ടായിരിക്കാം. വീണ്ടും അതേപോലെ ആക്ടിവിറ്റീസ് ചെയ്തു. ഇപ്പോൾ CM-ൻ്റെ ഉൾപ്പെടെ, അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ഒക്കെ ആചരിക്കുന്ന, അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുകയുണ്ടായി. അപ്പോൾ ആ സൈക്ലിക് ഇൻക്രീസ് ഉണ്ടായില്ല. അത് നമുക്ക് തടയുന്നതിന്, നിയന്ത്രിക്കുന്നതിന് സാധിച്ചു. പക്ഷേ ഈ വർഷം നമ്മൾ കാണുന്നത് ഡെങ്കിപ്പനിയിലും എലിപ്പനിയിലും ഒക്കെ വലിയ വർധനവുണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റു പനികൾ ഓരോ ദിവസവും പനികൾ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇതിലേക്ക് എത്തുമ്പോൾ, ഈ ഡോക്ടർ റീനയുടെ കേസിൽ വളരെ കൃത്യമായി അവർ പറയുന്നതുകൊണ്ട് ഈ പറയുന്ന കൂട്ടസ്ഥല മാറ്റത്തിനോട് അവർ അതൃപ്തി പ്രകടിപ്പിച്ചതിന്റെ ഒരു പ്രതികാര നടപടിയായിട്ട് കൂടിയല്ലേ ഈ ഇത്തരത്തിലൊരു സ്ഥലം മാറ്റത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാനമാറ്റത്തെ നമുക്ക് കാണുവാൻ. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം അവർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ അവരെ ഇത്തരത്തിൽ സ്ഥാനമാറ്റം ചെയ്യുന്ന ഒരു പ്രതികാര നടപടിയായിട്ട് വേണ്ടേ നമുക്കിതിനെ കാണുവാൻ? അത് ഇതിൻ്റെ ഈ ഒരു ഡയറക്ടറെ ഈ ഘട്ടത്തിൽ മാറ്റുന്നത്, ഇപ്പോൾ ഡയറക്ടർ ഡോക്ടർ റീന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഡോക്ടർ റീനയ്ക്ക് അങ്ങനെ അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാകുക. ഡോക്ടർ റീന അതിൽ എത്തരത്തിൽ പ്രതികരിച്ചു എന്നുള്ളതും അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതും എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡോക്ടർ റീന പറഞ്ഞത് ശരിയാണെങ്കിൽ അത് അതിലും ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണല്ലോ. കാരണം ഈ നമ്മൾ പകർച്ചവ്യാധി പ്രതിരോധത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം ഒരു ടീം വർക്കിൻ്റെ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ടീം വർക്കിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ്. ഇപ്പോൾ ഒരു നിപ്പ രോഗം സ്ഥിരീകരിച്ചാൽ ഞങ്ങളൊക്കെ ചെയ്തിരുന്നത്, നമ്മൾ അവിടേക്ക് പോകുകയാണ്. ആ നിമിഷം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദം, അന്ന് കഴിഞ്ഞ 5 വർഷത്തെ കാലത്തിൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ അന്ന് അവിടേക്ക് പോകും, അവിടെ നേരിട്ട് മീറ്റിങ്ങുകൾ നടത്തും, അവിടെ ആക്ടിവിറ്റീസ് നടത്തും, മൊത്തം MLA-മാരെ വിളിച്ചുകൂട്ടും, ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടും, ഓരോ കമ്മിറ്റികളെ വിളിച്ചുകൂട്ടും. അതൊരു ടീമാണ്, ഒരു ഭയങ്കര സ്പിരിറ്റാണ് അത് വർക്ക് ചെയ്യുമ്പോൾ. കാരണം ഇത് കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച കാര്യത്തിൽ. അപ്പോൾ ഇവിടെ അത്തരത്തിൽ ഡോക്ടർ റീനയ്ക്ക് നേരിട്ട് അനുഭവപ്പെട്ട കാര്യമായിരിക്കുമല്ലോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക. അത് അത്യന്തം ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ്. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തിക്കൊണ്ട്, അവരെ ദുർബലമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു പകർച്ചവ്യാധിയുടെ പിടിയിൽ കേരളമായിരിക്കുന്ന സാധും നിപ്പ ഉൾപ്പെടെ ലോകത്ത് തന്നെ ഹൈ മോർട്ടാലിറ്റി, മരണനിരക്കുള്ള ഒരു രോഗം കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ രോഗിക്ക് ഇത്ര മണിക്കൂറുകളായിട്ട് അത് എത്തിച്ചു കൊടുക്കേണ്ട സംവിധാനം ഒരുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അത് എത്തിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആ സമയത്താണ് ആരോഗ്യ പ്രവർത്തകരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റുന്നതും ഇതിന് ചുമതല വഹിക്കുന്ന ഡയറക്ടർ ഹെൽത്ത് സർവീസ്. ഞാൻ ഒരു കാര്യം കൂടി ഓർക്കട്ടെ, ഇതിൽ ഈ കഴിഞ്ഞ 5 വർഷം അവർ പറഞ്ഞ, ഇപ്പോൾ ഭരണത്തിലുള്ളവർ, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ ആ തരത്തിൽ ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല, ഇന്നലെയും ഞാനത് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ച കാര്യം ഉണ്ട്. ഇത് ആരോഗ്യമന്ത്രിയാണോ ഇതൊക്കെ സാങ്കേതികമായ കാര്യങ്ങൾ? ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ആരോഗ്യവകുപ്പ് ഡയറക്ടറെ പോലും തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി ഈ പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിക്കേണ്ട ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ഇത് തീർത്തും അനുചിതമായിട്ടുള്ള നടപടിയാണ്, തെറ്റായിട്ടുള്ള നടപടിയാണ്. ഇത് തെറ്റായ കീഴ്വഴക്കമാണ്. അതുമാത്രമല്ല, അത് തെറ്റായ സന്ദേശം നൽകും. ഒരു ടീമായിട്ട് നിന്ന് നമ്മൾ ഫീൽഡിൽ ഇത് ലെവൽ 4 പതോജനാണ് ഈ നിപ്പ വൈറസ്. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് NIV പൂനെ എന്ന് NCDC ഒക്കെ പറയുന്നത്, അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് അത്രയും സുരക്ഷ, കാരണം അതിൽ ഉണ്ടാക്കണം. ആ വൈറസ് അത്ര കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒന്നാണ്, കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വൈറസ് മൂലമുള്ളൊരു രോഗബാധ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
ഈ സംവിധാനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകിക്കൊണ്ട് അതിന് അനുഭവങ്ങളുള്ള മുൻ പരിചയമുള്ള ഇതിനെ വളരെ കൃത്യമായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി, അത് മാത്രമല്ല അവരെ തരം താഴ്ത്തുന്ന നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു DHSനെ ഒരു സീനിയർ കൺസൾട്ടൻറ്റ്, ഞാൻ ഉത്തരവ് കണ്ടില്ല, ഞാൻ പറഞ്ഞ് കേട്ടതാണ്. അപ്പോൾ സീനിയർ കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിലേക്ക് അവരെ തരം താഴ്ത്തുന്ന നിലയിലേക്ക് ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എത്രത്തോളം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എവിടെ അധപതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തരുത്, അത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഈ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയിട്ടുള്ളതും പ്രോട്ടോകോൾ രൂപീകരിച്ചതും ഒക്കെ ഉദ്യോഗസ്ഥരാണ്, നമ്മുടെ ഡോക്ടേഴ്സാണ്. എത്ര വിഷണറീസാണ് ഇവരൊക്കെ. ഈ ഡോക്ടേഴ്സ് അല്ല, പേരെടുത്ത് പറയുന്നത് എത്രയോ ഡോക്ടേഴ്സ് ഇവരാണ് ഇങ്ങനെയാണ്. നമ്മുടെ ഈ ഒരു പ്രോട്ടോകോളും ഗൈഡ് ലൈനുമാണ് ബംഗാൾ അവിടെ ഇതുണ്ടായപ്പോൾ അഡോപ്റ്റ് ചെയ്തത്. ഇതിലൊരു അലംഭാവവും വീഴ്ചയും നമുക്കുണ്ടാകാനായിട്ട് ഇത് സംഭവിക്കുന്നതല്ല. ഇത് കൃത്യമായിട്ട് മിനിറ്റ് ടു മിനിറ്റ് ഫോളോ അപ്പ് ചെയ്ത് സമർപ്പണത്തോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിതൊക്കെ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഈ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായിട്ടുള്ള ശ്രമങ്ങളുടെ ഫലമാണ്. അതിനെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ചുമതല. അതാണ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അവരെ മനോവീര്യം കെടുത്തിക്കൊണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഡയറക്ടർ ഹെൽത്ത് സർവീസസിനെ മാറ്റിയ നടപടിയെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജേഴ്സിനെ മാറ്റിയ പ്രിൻസിപ്പൽസിനെ മാറ്റുന്ന സാഹചര്യം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. കേരളത്തെ പകർച്ചവ്യാധികളുടെ പിടിയിലേക്ക് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ആളുകളെ, നിസ്സഹായരായി പോകുന്ന ആളുകളെ, അവരെ ഗുരുതരമായ ശാരീരികാവസ്ഥകളിലേക്കും, അതുപോലെ നമുക്ക് മരണങ്ങൾ ഒഴിവാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്. മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സ നൽകുക, സംവിധാനങ്ങൾ ഒരുക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഗൗരവതരമായിട്ടുള്ള വിവേകത്തോടു കൂടിയിട്ടുള്ള ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾക്ക് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് പകർച്ചവ്യാധി പടരാതിരിക്കുക, അത് തടയുക, അത് ചികിത്സ കൃത്യമായിട്ട് ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ നടപടികൾ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പകർച്ചവ്യാധിയുടെ പിടിയിലേക്ക് കേരളത്തെ വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ്. അതിൽ നടപടികൾ, കൃത്യമായ ഇടപെടലുകൾ, വിവേകത്തോടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. വളരെയധികം നന്ദി. മുൻ ആരോഗ്യമന്ത്രി കൂടിയായ ശ്രീമതി വീണ ജോർജാണ് ഇപ്പോൾ കേരള ന്യൂസിനോട് പ്രതികരിച്ചത്.